ഹരേ കൃഷ്ണ. രാശിചക്രത്തിലെ മൂന്നാമത്തെ രാശിയായ മിഥുനം രാശിക്കാർക്ക് മെയ് 2026 എന്ത് കരുതി വെച്ചിരിക്കുന്നു എന്ന് നോക്കാം. മിഥുനം രാശിക്കാർ മകേര്യത്തിന്റെ 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദത്തിന്റെ 1, 2, 3 പാദങ്ങൾ. ഈ മാസം നിങ്ങളുടെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ വളരെ പോസിറ്റീവായ ഒരു ചിത്രമാണ് കാണുന്നത്. നിങ്ങളുടെ ലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്നു. ഒരു ജ്യോതിഷി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഇത് നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കത്തിന്റെ മാസമാണ്. ലഗ്നത്തിലെ വ്യാഴം നിങ്ങളെ ആത്മവിശ്വാസമുള്ളവരും ജ്ഞാനികളുമാക്കുന്നു. 10ാം ഭാവത്തിൽ രാഹു, 11ൽ സൂര്യനും ബുധനും. ഈ ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുമെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം ഇങ്ങനെയാണ്. ലഗ്നത്തിൽ 1ാം ഭാവത്തിൽ വ്യാഴം, അപാരമായ ബുദ്ധി, ഭാഗ്യം. 3ാം ഭാവത്തിൽ കേതു, ധൈര്യം, സഹോദരബന്ധം. 9ാം ഭാവത്തിൽ ശനി, ധർമ്മം, ദീർഘയാത്രകൾ. 10ാം ഭാവത്തിൽ രാഹു, കരിയറിലെ ഉയർച്ച. 11ാം ഭാവത്തിൽ സൂര്യനും ബുധനും, ലാഭസ്ഥാനം, ധനയോഗം. 12ാം ഭാവത്തിൽ ശുക്രൻ, ആഡംബരം, ചിലവ്. ഇതിൽ ഏറ്റവും പ്രധാനം ലഗ്നത്തിലെ വ്യാഴവും 11ലെ സൂര്യ ബുധയോഗവുമാണ്. ഇതിനെക്കുറിച്ച് നമ്മൾക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. മിഥുനം രാശിക്കാരുടെ കരിയറിൽ വലിയ മാറ്റങ്ങൾ വരുന്നു. 10ാം ഭാവത്തിൽ രാഹു നിൽക്കുമ്പോൾ നിങ്ങൾ പതിവ് രീതിയിൽ നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങും. ജോലിയിൽ വലിയ സ്ഥാനക്കയറ്റം, പുതിയ പ്രൊജക്റ്റുകൾ എന്നിവ വരാം. രാഹു 10ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജോലിസ്ഥലത്ത് നിങ്ങൾ ഒരു ലീഡർ ആയി മാറും. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കും ഗവൺമെന്റ് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ഇത് സുവർണകാലമാണ്. രാഹു ചിലപ്പോൾ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കും. വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മാത്രം പതുക്കെ ചിന്തിക്കുക. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ സ്മാർട്ട് വർക്ക് ചെയ്യേണ്ട സമയമാണിത്. നിങ്ങളുടെ 11ാം ഭാവത്ത്, അതായത് ലാഭസ്ഥാനത്ത് വളരെ ബലവാനാണ്. അവിടെ സൂര്യനും ബുധനും ഒന്നിക്കുന്നു. ഇതിനെ ബുധാദിത്യ യോഗം എന്ന് വിളിക്കുന്നു. ഈ മാസം പണം പല വഴികളിലൂടെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. നെറ്റ്വർക്കിംഗ് വഴി നിങ്ങൾക്ക് വലിയ ബെനഫിറ്റ്സ് ലഭിക്കും. ഓൺലൈൻ ബിസിനസ്, ഫോറിൻ കണക്ഷൻ ഉള്ള ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ സമയം ലാഭത്തിന്റെ പൂരമാണ്. നിങ്ങൾ എന്തെങ്കിലും നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അത് വളരെ മികച്ച ഫലം നൽകുന്നതായിരിക്കും. ശമ്പള വർധനവോ ബോണസോ നിങ്ങൾക്ക് കരിയറിൽ പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ടും ഈ മാസം നിങ്ങൾക്ക് അനുഭവപ്പെടില്ല. ലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ആരോഗ്യനില വളരെ മെച്ചപ്പെട്ടതായിരിക്കും. ശാരീരികമായി നിങ്ങൾക്ക് ഒരു ഉണർവ് അനുഭവപ്പെടും. എന്നാൽ 12ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നതുകൊണ്ട് ഉറക്കത്തിന് ചെറിയ പ്രാധാന്യം നൽകുക. അമിതമായി ഉറക്കം കുറയ്ക്കുന്നത് ഒഴിവാക്കുക. 9ാം ഭാവത്തിലെ ശനി വിദ്യാർത്ഥികളെ അച്ചടക്കം പഠിപ്പിക്കും. ഹയർ സ്റ്റഡീസിനും റിസർച്ച് വർക്കുകൾക്കും ഇത് വളരെ നല്ല സമയമാണ്. വ്യാഴത്തിന്റെ അനുഗ്രഹമുള്ളതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ലഗ്നത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ നിങ്ങളുടെ പെരുമാറ്റത്തിൽ ഒരു മാന്യത വരും. ഇത് നിങ്ങളുടെ ബന്ധങ്ങളെ മെച്ചപ്പെടുത്തും. 12ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നതുകൊണ്ട് പങ്കാളിക്ക് വേണ്ടി ചെറിയ ചിലവുകൾ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നും. ഇത് ബന്ധത്തിൽ സ്നേഹം വർദ്ധിപ്പിക്കും. എന്നാൽ 3ാം ഭാവത്തിലെ കേതു ചിലപ്പോൾ സംസാരത്തിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടാക്കാം. തർക്കങ്ങൾ ഒഴിവാക്കാൻ മൗനം പാലിക്കുക. മെയ് 15ന് ശേഷമുള്ള സമയം അനുകൂലമാണ്. സ്നേഹബന്ധങ്ങൾ ഈ മാസം നല്ല രീതിയിൽ പോകും. മുൻപുണ്ടായിരുന്ന പ്രശ്നങ്ങൾ കുറയുകയും നല്ല അണ്ടർസ്റ്റാൻഡിങ്ങോടെ മുന്നോട്ട് പോകാനും ഇത് അനുകൂല സമയമാണ്. അതുകൊണ്ട് ഈ നല്ല സമയം ആസ്വദിക്കുക. ശനി 10ാം ഭാവത്തിലുള്ളതിനാൽ ജോലിയിലെ സമ്മർദ്ദം കൂടുതലായിരിക്കും. അതിനാൽ കുടുംബത്തിന് സമയം കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജോലിയും കുടുംബവും ബാലൻസ് ചെയ്ത് പോകാൻ ശ്രമിക്കുക. സമയം കണ്ടെത്തി കുടുംബത്തോടൊപ്പം ചെലവഴിക്കുക. മെയ് മാസം രാഹു 9ാം ഭാവത്തിലുള്ളതിനാൽ അപ്രതീക്ഷിതമായി നല്ല കാര്യങ്ങൾ സംഭവിക്കാം. വ്യാഴം ലഗ്നത്തിലുള്ളതിനാൽ ദൈവാനുഗ്രഹവും ലഭിക്കും. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷിക്കണം. ഈ മാസം കഠിനാധ്വാനത്തിന് ഫലം കിട്ടും. ക്ഷമ പുലർത്തുക, കോപം നിയന്ത്രിക്കുക, ചെലവുകളിൽ നിയന്ത്രണം കൊണ്ടുവരിക. ഇവയെല്ലാം ശ്രദ്ധിച്ചാൽ ഈ മാസം നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും. നിങ്ങളുടെ രാശി അധിപനായ ബുധന്റെ ബീജമന്ത്രം ഓം ബ്രാം ബ്രീം ബ്രൗ സഹ ബുധായ നമ ദിവസവും 108 തവണ ജപിക്കുക. രാവിലെ ശുദ്ധിയായി കഴിഞ്ഞ് ഓം നമഃശിവായ മന്ത്രവും ജപിക്കാം. വ്യാഴപ്രീതിക്കായി വ്യാഴാഴ്ചകളിൽ ക്ഷേത്രദർശനം നടത്തുക.
മഞ്ഞപ്പൂക്കൾ വിഷ്ണുവിന് സമർപ്പിക്കുക. രാഹുപരിഹാരത്തിനായി ജോലിയിൽ സത്യസന്ധത പാലിക്കുക, അമിതമായ ആഗ്രഹങ്ങൾ ഒഴിവാക്കുക. ശുക്രപ്രീതിക്കായി വെള്ള നിറത്തിലുള്ള വസ്തുക്കളും സുഗന്ധദ്രവ്യങ്ങളും ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇത് 12ാം ഭാവത്തിലെ ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഇവയെല്ലാം ശ്രദ്ധിച്ചു ചെയ്താൽ ഫലം ലഭിക്കും. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണ് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.